ഹലോ, ഹാപ്പി ദീപാവലി. അപ്പോൾ ദീപാവലിയായിട്ട് നമുക്കിന്നൊരു നല്ലൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ. നമുക്കിതിലേക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു കപ്പ് ഗോതമ്പ് നുറുക്കാണ്. അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് നന്നായിട്ടൊന്ന് ഒരു 10-15 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ ഗോതമ്പ് നുറുക്ക് അളന്നത് അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വരുന്ന സമയത്ത് ഒരു കപ്പ് ശർക്കരപ്പാനി കൂടെ ചേർത്ത് വെച്ച് നന്നായിട്ടൊന്ന് ആ ശർക്കരപ്പാനിയൊക്കെ അതിലേക്ക് പിടിച്ച് നന്നായിട്ട് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ശർക്കരപ്പാനി നന്നായിട്ട് കുറുകി വരുന്ന സമയത്തേക്ക് ഒരു കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് ചേർക്കുന്നത്. ഇനി തേങ്ങ പിഴിയാനും പാലെടുക്കാനും മടിയുള്ളവരാണെങ്കിൽ നമുക്ക് പശുവും പാലും യൂസ് ചെയ്യും. പക്ഷേ തേങ്ങാപ്പാൽ ചെയ്തെടുക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ പായസം. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയൂടെ ചേർത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ 1ാം പാലൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1ാം പാൽ ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കരുത്. ഒന്ന് ചൂടായതിനു ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ലാസ്റ്റ് നമുക്കതിലേക്ക് കുറച്ച് കിസ്മിസും കാഷ്യും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. നല്ല ടേസ്റ്റാണിത്. ഇപ്പം നമുക്ക് കാണുമ്പം കുറച്ച് ലൂസായി തോന്നുന്നുണ്ടെങ്കിലും തണുത്ത് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ കട്ടിയാവും. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് നുറുക്കിൻ്റെ പായസം. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക്